യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ്. നേരത്തെ നീട്ടിവെച്ച വധശിക്ഷയാണ് പൂർണ്ണമായി റദ്ദ് ചെയ്തത് എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വരുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർ ദീർഘനാളായി കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വാർത്തയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ തലാലിന്റെ സഹോദരൻ തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പിൽ വ്യക്തമാക്കുന്ന കാര്യം, ഈ നിമിഷപ്രിയയുടെ വധശിക്ഷയുടെ തീയതി നീട്ടിവെക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അവരൊരു കത്ത് നൽകി എന്നത് സംബന്ധിച്ച വിവരം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ തന്നെ ചില അനുകൂല സൂചനകളുണ്ട്, ചില പോസിറ്റീവ് നീക്കങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായി എന്ന് തന്നെയാണ് ഇപ്പോൾ കാന്തപുരത്തിൻ്റെ ഓഫീസ് സ്ഥിരീകരിക്കുന്നത്. യമനിലെ സൂഫി പണ്ഡിതന്റെ ശിഷ്യനായ ജവാദ് മുസ്തഫാവി വഴിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന വിവരം തങ്ങൾക്ക് ഔദ്യോഗികമായി ലഭ്യമായിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭിച്ച ശേഷം സർക്കാർ പ്രതികരിക്കാം എന്നുള്ളതാണ് ഈ വിഷയത്തിലെ സർക്കാരിൻ്റെ നിലപാട്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാമുവൽ ജെറോമും ഇതുമായി ബന്ധപ്പെട്ട വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത തെറ്റാണ് എന്നുള്ള കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നിരിക്കെ പോലും ഒരു അനുകൂല ചർച്ചകൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നമ്മൾ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങളുടെ തുടർ ചർച്ചകൾ ആരംഭിച്ചതായുമാണ് കാന്തപുരത്തിൻ്റെ ഓഫീസ് ഇതിനോടകം തന്നെ ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മൾ അവരുടെ ഓഫീസുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ അവരുടെ ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യമനിന് പുറമെ യമനിലെ ഭരണാധികാരികളും രാജ്യാന്തര നയതന്ത്ര ഉദ്യോഗസ്ഥരും മധ്യസ്ഥ ചർച്ചകളിൽ പങ്കെടുത്തു എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ. അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. അങ്ങനെ എല്ലാ തലത്തിൽ നിന്നുള്ള ഇടപെടലോടുകൂടി കേരളം കാത്തിരിക്കുന്ന വാർത്തയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് ഈ പ്രഭാതം ആരംഭിക്കാമെന്ന് കരുതുന്നു. അങ്ങനെ ഒരു പോസിറ്റീവ് വാർത്ത വരുമെന്നാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്.